ഒരു ക്വിക്ക് മാർക്കറ്റ് അപ്ഡേറ്റിലേക്ക് നമുക്ക് കടക്കാം. ഭാരതീയർ എന്ന നിലയിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം നോക്കുകയാണെങ്കിൽ വളരെ ദുഃഖം നിറഞ്ഞൊരു ദിവസമാണ് ഇന്നലെ ഉണ്ടായിരുന്നത്. പുൽവാമ അറ്റാക്കിന് ശേഷം ഏറ്റവും വലിയൊരു ആക്രമണമാണ് ഇപ്പോൾ ജമ്മു ആൻഡ് കാശ്മീരിൽ നടന്നിട്ടുള്ളത്. നോക്കുവാണെങ്കിൽ 26 പേരുടെ ജീവനാണ് ഇന്നലെ ആക്രമണത്തിൽ പൊലിഞ്ഞിട്ടുള്ളത്. അതിൽ 2 പേര് ഫോറിനേഴ്സ് ആണ്. നമുക്ക് അതേപോലെ തന്നെ ഗ്ലോബൽ മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം നോക്കുവാണെങ്കിൽ ഫെഡ് ചെയർപേഴ്സണായ ജെറോം പൗവലിനെ ഫെഡ് ചെയർപേഴ്സൺ സ്ഥാനത്ത് നിന്ന് ഒഴിവാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് US പ്രസിഡന്റായ ഡൊണാൾഡ് ട്രംപ് ഒരു ചർച്ചകൾ നടത്തിയിട്ടുണ്ടായിരുന്നു. അപ്പം കാരണം നോക്കുവാണെങ്കിൽ ഇൻട്രസ്റ്റ് റേറ്റ് ജെറോം പൗൽ കുറയ്ക്കാത്തതിന്റെ പേരിലാണ് ഇങ്ങനെ ഒരു ആവശ്യവുമായിട്ട് US പ്രസിഡന്റായ ഡൊണാൾഡ് ട്രംപ് വന്നിട്ടുള്ളത്. അതേപോലെ തന്നെ നമ്മൾ നോക്കുവാണെങ്കിൽ ഗോൾഡിന്റെ നോക്കുവാണെങ്കിൽ വളരെ ബുള്ളിഷ് മൂവ്മെന്റ് ആണ് നമുക്ക് കാണാൻ സാധിച്ചിട്ടുള്ളത്. ഏകദേശം 10 ഗ്രാമിന് 1 lakhന് എബോവ് ആണ് ഇപ്പൊ നിലവിലെ റേറ്റ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം ഓൾ ടൈം ഹൈയിൽ തന്നെയാണ് ഇപ്പം ഗോൾഡ് ഇപ്പൊ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ഇന്ത്യ വിക്സ് നോക്കുവാണെങ്കിൽ 1.80% നെഗറ്റീവിലേക്കാണ് വന്നിട്ടുള്ളത്. അതേപോലെ നമുക്ക് നോക്കുവാണെങ്കിൽ ഇന്നൊരു പോസിറ്റീവ് മാർക്കറ്റ് ആണ്, എന്നാൽ പോലും ഒരു പോസിറ്റീവായിട്ട് ഒരു സൈഡ് ബേസ് മാർക്കറ്റ് എന്ന രീതിയിലാണ് നമുക്ക് കാണാൻ സാധിച്ചത്. തുടർച്ചയായിട്ട് 5ാം ദിവസവും മാർക്കറ്റ് ക്ലോസ് ചെയ്തിട്ടുള്ളത് പോസിറ്റീവിൽ തന്നെയാണ്. ഇനിയിപ്പോൾ നമ്മൾ ഇന്നലെ നമ്മുടെ ഇന്ത്യയിലെ ടോപ്പ് മൂവേഴ്സിനെ പറ്റി നോക്കുവാണെങ്കിൽ നമുക്ക് കാണാൻ സാധിക്കും ITC, ഹിന്ദുസ്ഥാൻ യൂണിലിവർ, അതേപോലെ മഹീന്ദ്ര ആൻഡ് മഹീന്ദ്ര ഏകദേശം 2% ഹൈക്കോടുകൂടിയാണ് ക്ലോസ് ചെയ്തിട്ടുള്ളത്. അതേപോലെ നമ്മളൊരു ഇൻഡസ്ഇൻഡ് ബാങ്ക് നോക്കുവാണെങ്കിൽ 5% ഫാളാണ് ഇന്നലെ മാർക്കറ്റിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത്. നാളെ LTI മൈൻട്രി, അതേപോലെ തന്നെ സിംഗൽ, ഡാൽമിയ ഭാരത്, ടാറ്റ കൺസ്യൂമർ പ്രോഡക്റ്റിന്റെ Q4 റിസൾട്ട് റിലീസ് ആവുകയാണ്. ഇത്ര കമ്പനീസിൽ ട്രേഡ് ചെയ്യുന്നവർ സൂക്ഷിച്ച് ട്രേഡ് ചെയ്യുക. മാർക്കറ്റിൽ ആ ഒരു കമ്പനീസിന്റെ ചേഞ്ചസ് നല്ല രീതിയിൽ വരാനുള്ള സാധ്യത കൂടുതലാണ്. അതേപോലെ തന്നെ ഇത്ര കമ്പനീസിന്റെ Q4 റിസൾട്ടിന് നിങ്ങൾ എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുക. എല്ലാവർക്കും പ്രോഫിറ്റബിൾ ആയ ഒരു ദിവസം.